വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 28 കന്നിമാസം 12-ാം തീയതി ശനിയാഴ്ച. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണല്ലോ കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രം. നാഗദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം. കേരളത്തിൽ ആദ്യമായി നാഗാരാധന തുടങ്ങിവെച്ച ക്ഷേത്രമാണ് ആദിമൂലം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം. നാഗരാജാവ് അനന്തരം സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിർവഹിച്ചത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ത്രിമൂർത്തി ചൈതന്യത്തോടെയാണ് ഇവിടെ പ്രതിഷ്ഠ നിർവഹിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആയില്യം നാളിൽ ഇവിടെ വരുന്നത്. കന്നിമാസത്തിലെ ആയില്യം മുതൽ ഇടവത്തിലെ ആയില്യം വരെ ഏകാദശി ഒഴികെയുള്ള ഞായറാഴ്ചകളിൽ നൂറും പാലും പൂജ ഇവിടെ വിശേഷ വഴിപാടാണ്. തൃശ്ശൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട 2 നാഗക്ഷേത്രങ്ങളാണ് ഉള്ളത്. തിരുവില്ലാമല പാമ്പാടി പാമ്പുംകാവ് ക്ഷേത്രവും മാളയ്ക്കടുത്ത് പാമ്പുമ്മേക്കാട് ക്ഷേത്രവുമാണ് പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങൾ. ജ്യോതിഷത്തിൽ രാഹുവിൻ്റെ അതിദേവതയാണ് സർപ്പങ്ങൾ. രാഹു ജാതകത്തിൽ അനിഷ്ടസ്ഥിതനാണെങ്കിൽ ആ ദശാകാലത്ത് സർപ്പഭജനം അത്യാവശ്യമാണ്. തറവാട്ടിലെ കാവുകളെ സംരക്ഷിക്കുക, അവിടെ പാരമ്പര്യമായി ആചരിച്ചു വരുന്ന കാര്യങ്ങൾ മുടങ്ങാതെ വിധിപ്രകാരം തുടരുക, സർപ്പബലി, സർപ്പപ്പാട്ട് തുടങ്ങിയവ നടത്തുക, സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നിവയൊക്കെ രാഹു ദശാകാലത്ത് അനുഷ്ഠിക്കേണ്ടതാണ്. കുടുംബത്തിൽ കാവുകളില്ലാത്തവർക്ക് ഭവനങ്ങളിൽ വെച്ചു തന്നെ ഉത്തമ പുരോഹിതനെ കൊണ്ട് പത്മമിട്ട് സർപ്പപൂജ നടത്തിച്ച് നൂറും പാലും കഴിപ്പിക്കാവുന്നതുമാണ്. ജാതകത്തിൽ രാഹു മേടം, ചിങ്ങം, മകരം, കുംഭം രാശികളിൽ നിന്നാൽ ശൈവമൂർത്തിയായ വാസുകിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കാം. മിഥുനം, കന്നി, ധനു, മീനം രാശികളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി വൈഷ്ണവമൂർത്തിയായ അനന്തനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ഇടവം, കർക്കിടകം, തുലാം, വൃശ്ചികം രാശികളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി നാഗയക്ഷിയെ പ്രീതിപ്പെടുത്താം. രാഹു ലഗ്നത്തിൽ നിൽക്കുന്നവർ പാൽ, ഇളനീർ തുടങ്ങിയവ കൊണ്ട് നാഗരാജാവിനെയോ നാഗയക്ഷിയെയോ അഭിഷേകം ചെയ്യുന്നത് ഉത്തമമാണ്. ഇതുമൂലം ത്വക്ക് രോഗങ്ങൾക്ക് ശാന്തി കൈവരുന്നു. 6-ലോ 8-ലോ 10-ലോ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി സർപ്പബലിയും 12-ലെ രാഹുവിൻ്റെ പ്രീതിക്കായി സർപ്പപ്പാട്ടും 7-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ പ്രീതിക്കായി സർപ്പപ്പാട്ടും തുള്ളലും നടത്തുന്നത് ഫലപ്രദമായിരിക്കും. 4-ൽ നിൽക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്താൻ സർപ്പപ്രതിമ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. രോഹിണി, അത്തം, തിരുവോണം, ഭരണി, പൂരം, പൂരാടം, ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാർ രാഹുദശയിൽ വിധിപ്രകാരം സർപ്പപ്രീതി വരുത്തേണ്ടതാണ്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രങ്ങളുടെ അധിപൻ രാഹു ആയതിനാൽ അവർ നിത്യവും സർപ്പങ്ങളെ ഭജിക്കുന്നത് കുടുംബത്തിലെ കാവ് സംരക്ഷിക്കുന്നതും അവിടെ ആയില്യം പൂജ നടത്തുന്നതും ശ്രേയസ്കരമാണ്. രാഹുദോഷശാന്തിക്കായി ആയില്യം നാളിലോ ജന്മനക്ഷത്ര ദിവസമോ ഞായറാഴ്ചകളിലോ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഒരു കാലഘട്ടത്തിൽ സർപ്പങ്ങൾ ദേശരക്ഷകരായിരുന്നു. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു ദേശത്തിൻ്റെ 4 ഭാഗത്തും നാഗങ്ങൾ കുടികൊള്ളുന്നത് കാണാം. സർവ്വസ്ഥലങ്ങളിലും ഒരുപോലെ കടന്നെത്തുന്ന സർപ്പം ഒരു വലിയ പ്രതീകമാണ്.
വേദങ്ങളിൽ ഭോഗതയുടെ പ്രതീകങ്ങളാണ് ഉരകങ്ങൾ. പുരാണങ്ങളിൽ മുഖ്യ ഈശ്വര സ്വരൂപങ്ങളെല്ലാം തന്നെ സർപ്പത്തെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. ശിവൻ സർപ്പാഭരണം അണിയുന്നു, വിഷ്ണുവാകട്ടെ നാഗശയ്യയിൽ ശയിക്കുന്നു, ഗണേശനാകട്ടെ നാഗത്തെ പൂന്നൂൽ ആയി ധരിച്ചിരിക്കുന്നു, ജഗദംബികയായ ദുർഗാദേവിയാകട്ടെ നാഗത്തെ ഒരായുധമായി ധരിച്ചിരിക്കുന്നു. യഥാക്രമം ശിവൻ, വിഷ്ണു, ഗണപതി, ദേവി, സൂര്യൻ എന്നിങ്ങനെയുള്ള 5 ബ്രഹ്മതത്വങ്ങളിൽ നാരീനോടൊപ്പവും സർപ്പബന്ധം വന്നിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച ആയില്യം നാഗങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസമാണെന്ന് മനസ്സിലായല്ലോ. നാഗപ്രീതിക്കുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ആയില്യം. അതുകൊണ്ടുതന്നെ ഗൃഹ ഐശ്വര്യത്തിനും സർപ്പദോഷ പരിഹാരത്തിനും ആയില്യം നാളിൽ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വഴിപാടുകൾ നടത്തുന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.